പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 15-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, 15 ദിനം എത്ര വേഗത്തിൽ കടന്നുപോയി. ഒരു 15 ദിനം കൂടെ കഴിഞ്ഞാൽ 4-ാം മാസവും നമ്മെ വിട്ട് കടന്നു പോകും. ഇതുവരെ നമ്മെ കൺമണി പോലെ പരിപാലിച്ച ദൈവം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമുക്കെതിരായി ആഞ്ഞടിച്ചപ്പോൾ നമ്മെ തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ച ആമേൻ അനവധി ശബ്ദങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ നിർത്തുവാനിടയായി, നമ്മെ കരുതുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. 1-ാം സങ്കീർത്തനം ഇന്ന് പ്രഭാതം ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മിക്കവാറും എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്നും അവരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യമാണ് ഈ സങ്കീർത്തനത്തിലെ 1-ാം വാക്യം. വേദപുസ്തകത്തിലെ ഏറ്റവും മാധുര്യമേറിയ വാക്യമെന്ന പേരും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ദാവീദ് അന്ന് പാടി, ആയിരങ്ങൾ തുടർന്ന് പാടി, ഇന്ന് നാമും പാടുന്നു. ഇതിൻ്റെ മാധുര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ചില വർഷങ്ങൾ ഒരു ആട്ടിടയനായി ജീവിച്ചിരുന്നത്. താൻ ആട്ടിടയനായി ജീവിച്ചിരുന്നത് കൊണ്ട് ഒരു ഇടയൻ്റെ സ്നേഹവും പരിപാലനവും ആടുകൾക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് തനിക്ക് നന്നായി അറിയാം. അതുപോലെ യഹോവ തൻ്റെ ഇടയനായിരിക്കുകയും തന്നെ മാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ഒരു പാട്ട് രചിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത്. ദൈവം നല്ല ഇടയനാകുന്നു എന്ന് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വിജനമായ പ്രദേശങ്ങളിൽ കുറേ തള്ളയാടുകളെയും കൊണ്ട് സഞ്ചരിച്ച സ്ഥാനത്തു നിന്നുമാണ് ദൈവം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്തത്. ആടുകളെക്കുറിച്ചുള്ള തൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് താൻ വർണ്ണിച്ചിട്ടുണ്ട്. സിംഹവും കരടിയും തൻ്റെ ആടുകളെ പിടിച്ചു. ആ സമയം തൻ്റെ ജീവനെപ്പോലും ഗണ്യമാക്കാതെ ആഹോര മൃഗങ്ങളെ നേരിട്ട് അവയുടെ വായിൽ നിന്നും ആടുകളെ രക്ഷിച്ചു. എന്നാൽ മറ്റ് പല ഇടയന്മാരെ കുറിച്ചും ദൈവം വളരെ വേദനയോടും വെറുപ്പോടും കൂടെ സംസാരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാം. എന്നാൽ നല്ല ഇടയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാർ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞ് നടത്തുന്നവനാണ് നല്ല ഇടയൻ. നമ്മുടെ നല്ല സ്നേഹിതനെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ രോഗശയ്യകളിൽ സഹായിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, അവനാണ് നല്ല സ്നേഹിതൻ. നല്ല സ്നേഹിതൻ കഷ്ടകാലത്ത് സഹോദരനായി മാറും. ഇടയ ശുശ്രൂഷ അത്യന്തം ഗൗരവമുള്ളതും ഉത്തരവാദിത്വമുള്ളതും ആണെന്ന് തിരിച്ചറിയുകയും പിഴവ് പറ്റിയാൽ ഭയങ്കര ശിക്ഷ ഉണ്ടെന്നും അറിയുകയും വേണം. മനുഷ്യരുടെ ആടിനെയല്ല, സംഘടനയുടെയും ആടിനെയും അല്ല, മറിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ ആമെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയാണ് നോക്കേണ്ടതെന്ന് ഓർത്തിരിക്കണം. നാം ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞ് നടത്തുന്നവനാണ് നല്ല ഇടയൻ. ചുമക്കേണ്ടതിനെ ചുമന്നും നടത്തേണ്ടതിനെ നടത്തിയും ശാസിക്കേണ്ടതിനെ ശാസിച്ചും
പോറ്റിപ്പുലർത്തുന്നവനാണ് നല്ല ഇടയനായ കർത്താവ്. യഹോവ നമ്മുടെ നല്ല ഇടയനായിരിക്കാൻ അവിടുന്ന് നമ്മുടെ പ്രാണന് ആശ്വാസമായിരിക്കും. ആമേൻ. ഭീഷണിപ്പെടുത്തി ഓടിച്ച് അപകടത്തിൽ പെടുത്തി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അങ്ങനെയുള്ള ഇടയന്മാർ ഇന്ന് അധികവുമുണ്ട്. നീ ആമേൻ ചത്തുപോകും, നീ അനുസരണയില്ലെങ്കിൽ നീ അങ്ങനെയായി പോകും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ആമേൻ ഭയപ്പെടുത്തി ആടുകളെ ആമേൻ വേഗത്തിൽ കൊല്ലുന്ന ഇടയന്മാരുണ്ട്. എന്നാൽ ആടുകൾ അനുസരണയില്ലാതെ പോയാൽ കുഞ്ഞെ മടങ്ങി വരണം കേട്ടോ. ദൈവം ആമേൻ സ്വന്തം നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷയിൽ നീ അകപ്പെട്ടു പോകാതെ നിത്യതയിൽ നീ എത്തിച്ചേരണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ മടങ്ങി വരണം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം ഇനിയും നിന്നെ കരുതുവാൻ ശക്തനാണ് എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആമേൻ മടക്കി വരുത്തണം. നല്ല ഇടയൻ കാണാതെ പോയതിനെ തോളിലെടുത്ത് വീട്ടിലെത്തും വരെ ആശ്വസിപ്പിക്കുന്നവനാണ്. യഹോവ നല്ല ഇടയനായിരിക്കാൻ എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്നാണ് ഭക്തനായ ദാവീദ് അവകാശപ്പെടുന്നത്. നാം ദൈവത്തിൻ്റെ അനുസരണയുള്ള ആടായിരുന്നാൽ മേൽത്തരമായ വക കൊണ്ട് ദൈവം നമ്മെ പോഷിപ്പിക്കും. നാം പട്ടിണി കിടന്ന് ചാകുവാൻ നല്ല ഇടയൻ ഒരിക്കലും അനുവദിക്കുകയില്ല. എഗസ്കേൽ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നത്, ആമേൻ, അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കയില്ല, ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പത്രോസ് അപ്പോസ്തലനും പറയുന്നു. ശത്രുക്കൾ കാണുകെ വിരുന്നൊരുക്കുന്നവനാണ് നല്ല ഇടയൻ. സ്വാർത്ഥതയുള്ള കൂലിക്കാരനായ ഇടയൻ ആടിനെ വിറ്റും തിന്നും തങ്ങളുടെ കാര്യം മാത്രം നോക്കുമ്പോൾ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കി നമ്മെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നവനും കൂടെയാണ്. പ്രിയ ദൈവത്തിലെ ഏലിയാവിന് വേണ്ടി അവൻ ഒരു കാക്കയെ കൽപ്പിച്ചൊരുക്കിയതുപോലെ, സാരാഭാത്തിലെ വിധവയെ അവൻ ഒരുക്കിയതുപോലെ തൻ്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്കായി, തൻ്റെ ആടുകളുടെ നിലനിൽപ്പിനായി ചില നല്ല ഇടയന്മാരെ നമുക്കായി ദൈവം ഒരുക്കിത്തരും. ആമേൻ. അതിനായി അനുസരണയോടുകൂടെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ്, ഇടയൻ്റെ ആമേൻ വാക്കുകളെ തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടുകൂടെ നിൽക്കാമോ? ദൈവം നമ്മെ ആമേൻ അനുഗ്രഹിപ്പാനിടയാകും. നമുക്കും പറയുവാനിടയാകും, ആമേൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുവാൻ ദൈവം നമ്മയും അനുഗ്രഹിക്കും. അതിനായി ഈ പ്രഭാതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? ദൈവസന്നിധിയിൽ അനുസരണയുള്ള ആടുകളായി ആമേൻ ഇടയനോട് ചേർന്ന് നടക്കുന്ന, വഴിതെറ്റി കഴിഞ്ഞ നാളുകളിൽ നാം നടന്നുവെങ്കിൽ നമ്മെ തോളിലേറ്റി നടത്തുവാൻ ഒരു നല്ല ഇടയൻ ഇന്ന് പ്രഭാതമുണ്ട് കുഞ്ഞെ. ആ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നമ്മെ ആശ്വസിപ്പിക്കും, അവൻ നമ്മെ വഴി നടത്തും, അവൻ നമുക്ക് ആഹാരം നൽകും. ആമീൻ. ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം സമൃദ്ധിയായി നൽകി നമ്മെ മാനിപ്പാനിടയാകും. ഇന്ന് പ്രഭാതം ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ സ്തോത്രം, ഈ സന്ദേശം പറയുമ്പോൾ തന്നെ എന്നെ അമ്മ നടത്തിയ നല്ല ഇടയനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവവേദിയിലെ നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ നല്ല ഇടയനായി ഞങ്ങളെ ഇതുവരെ നടത്തിയ മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ്, ഞങ്ങളുടെ സാഹചര്യങ്ങളെ, ഞങ്ങളുടെ അവസ്ഥകളെ എല്ലാം അറിഞ്ഞ് അതത് സമയങ്ങളിൽ ആമേൻ ഇടയന്മാരെ കർത്താവെ നീ കരുതി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ നൽകി ഞങ്ങളെ പോഷിപ്പിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും നല്ല ഇടയനായ അങ്ങ് പോറ്റി പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴിതെറ്റി നടപ്പാൻ ആരെയും അനുവദിക്കുന്നു. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആമേ സ്തോത്രം, ഇടയന്മാരുടെ കൈക്കീഴിൽ നിന്നും ആമേ സ്തോത്രം ആടുകളെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഈ ദിവസങ്ങളിൽ തൻ്റെ ജനത്തിനായ അത്ഭുതങ്ങളെ ചെയ്യണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിക്കുന്ന ആമേൻ നല്ല ആടുകൾക്കായി ദൈവം ഈ നാളുകളിൽ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.
ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.